ദ്വാരക്കണത്. എന്തിനാ ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദ്വാരുന്നത്? അനസ് റളിയല്ലാഹുവിന്റെ ഉസ്താദ് ആരാ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ ഇപ്പൊ വീട്ടിൽ വന്ന് ദ്വാരുന്നത്? പടച്ചോനെ സമ്പത്ത് അധികം കൊടുക്കും. ജീവിക്കണമെങ്കിൽ സമ്പത്ത് വേണ്ടേ? അല്ലെങ്കിൽ കാറ്റടിച്ച് ജീവിക്കാൻ കഴിയും? സമ്പത്ത് അധികം കൊടുക്കുക അല്ലാ, സന്താനങ്ങളെയും അധികം കൊടുക്കുക അല്ലാ. അതിപ്പോ നമ്മളൊക്കെ അത് തിരക്കണമെങ്കിൽ ആമീനോട് വരൂല. ഇത് രണ്ടാമത്തെ ദ്വാക്ക് സന്താനങ്ങൾ അധികം കൊടുക്കണേ പറഞ്ഞാല് ഉസ്താദിന് പകരൊക്കെ പറയാൻ പറഞ്ഞു. അതിലൊന്നും കുഴപ്പം കരുതണ്ട. ഇതൊക്കെ അല്ലാഹു തആല തരുന്നൊരു ബർക്കത്താണ്. ബർക്കത്ത് പോലെ വളർത്താണെങ്കിൽ ഇത്രയും മക്കളെ പരിപാലിച്ച് പോറ്റി വളർത്തുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടത്തിൽ കാരക്കയും ഈത്തപ്പഴവും മുന്തിരിയൊക്കെ കൊല്ലം കുറച്ച് കുറയുമെന്ന് പറഞ്ഞപ്പോ തൊഴിലാളി വന്ന് പറഞ്ഞപ്പോ അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ കാരണം? കൊല്ലം മഴ കുറച്ച് കുറവാണ്. ഇനിയെന്താ ചെയ്യാ? അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ മുസല്ല ഇങ്ങോട്ട് എടുക്കുന്നു. മുസല്ല എടുത്തിട്ട് മരുഭൂമിയിൽ 2 റക്അത്ത് നിസ്കാരം. എന്തിനാ നിസ്കരിക്കുന്നത്? മഴ കിട്ടാൻ വേണ്ടിയിട്ട്. തോട്ടത്തിൽ മഴ കിട്ടിയെങ്കിലല്ലേ വേണ്ട രീതിയിൽ വിളവെടുപ്പ് നടത്താൻ കഴിയുള്ളൂ. ആരക്കയും മുന്തിരിയും അത്രയും കിട്ടിയെങ്കിലല്ലേ ഈ കുടുംബം ഭദ്രമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്തു. എന്നിട്ട് തൊഴിലാളിയോട് പറഞ്ഞു, നീ പൊയ്ക്കോ, നല്ല മഴ ലഭിക്കും, ഒന്നുകൊണ്ട് പ്രശ്നമാക്കണ്ട, പൊയ്ക്കോ എന്ന് പറഞ്ഞു. അദ്ദേഹം തോട്ടത്തിലെത്തുമ്പോ അനസ് റളിയല്ലാഹുവിന്റെ തോട്ടത്തിൽ മാത്രം അതാ മഴ പെയ്യുന്നു. ചോദിക്കാനല്ലേ, നിസ്കരിച്ചിട്ട് ചോദിക്കാനല്ലേ അള്ളാഹു പറഞ്ഞത്, വസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ്. നിസ്കാരം കൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടണം. ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും ആദ്യം തങ്ങൾ ചെയ്യുന്ന പരിഹാരം എന്താണെന്നറിയോ? ഖാമ ഇലസ്സലാഹ്. നിസ്കാരത്തിലേക്ക് അങ്ങ് നിന്ന് 2 റക്അത്ത് നിസ്കരിച്ച് ദുആ ചെയ്യും. ബദരീങ്ങൾ ബദറിൽ ഏറ്റുമുട്ടാൻ വേണ്ടി തുടങ്ങാൻ പോകുമ്പോ ടെന്റിന്റെ ഉള്ളിലേക്ക് വന്നു നോക്കി അലി റളിയല്ലാഹു അൻഹു. ആ ടെന്റ് നിന്ന സ്ഥലത്ത് സഹോദരങ്ങളെ ഇന്നൊരു പള്ളി കാണാം. മസ്ജിദുൽ അരീഷ് എന്ന പേരിൽ ഒരു പള്ളി കാണാം. പോകുന്നവർക്ക് 2 റക്അത്ത് അതിൽ കയറി നിസ്കരിക്കൽ സുന്നത്തുണ്ട്. അവിടെ എല്ലാം പോകാനും പോയവർക്ക് ഇനിയും പോകാനും അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് വലിയൊരു ഭാഗ്യമാണ്, ചെറിയൊരു ഭാഗ്യമല്ല. ആ മസ്ജിദുൽ അരീഷ് ഇന്ന് നിൽക്കുന്ന സ്ഥലത്ത് മുമ്പ് ഒരു ചെറിയ പന്തലുണ്ടായിരുന്നു. ആ പന്തലിന്റെ ഉള്ളിലേക്ക് അലി റളിയല്ലാഹു അൻഹു പോയി നോക്കുമ്പോ ഏകദേശം സുബഹിയൊക്കെ കഴിഞ്ഞ് സൂര്യൻ ഉദിച്ച് കുറച്ചിങ്ങോട്ട് പൊങ്ങി വന്ന ശേഷം നമ്മുടെ നാട്ടിലൊരു 9-10 മണിയായ നേരം പോയി നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അപ്പോഴും സുജൂദിലാണ്. സുജൂദിൽ അല്ലാഹുവിനോട് എന്താണ് ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബത ഫലാ തുഅബദു ഫിൽ അർളി അബദാ. റബ്ബേ, ഈ കാണുന്ന ചെറിയൊരു പക്ഷത്തെ നീ നശിപ്പിക്കുകയാണെങ്കിൽ ഭൂമിയിൽ നിന്നെ ആരാധിക്കാൻ ഒരൊറ്റ കുട്ടിയും ഉണ്ടാകൂല. ഇവരാണല്ലോ ഇപ്പൊ ഭൂമിയിൽ കാര്യമായി നിനക്ക് ഇബാദത്ത് എടുക്കുന്നവര്. അതുകൊണ്ട് ഈ ചെറു സംഘത്തെ നീ ഒരു നിലക്കും നശിപ്പിക്കരുത്, തകർക്കരുത്. നിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം തരണം എന്ന് ചോദിക്കുന്നത് നിസ്കാരത്തിലാണ്. സുജൂദിൽ നെറ്റിവെച്ചിട്ടാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അല്ലാഹുമ്മ യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ആവർത്തിച്ച് അങ്ങനെ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയാണ്. നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയ ഉടനെ അവിടുന്ന് പറഞ്ഞു, ഖദ് ജാഅത്തിൽ ബുശ്റാ. സന്തോഷം വന്നെത്തിപ്പോയി. നോക്കുമ്പോഴാണ് 1000 മലക്കുകൾ വാനലോകത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം കൊടിയും പിടിച്ച് അവരുടെ നേതൃത്വത്തിൽ അതാ 1000കണക്കിന് മലക്കുകൾ താഴോട്ടിറങ്ങി വരുന്നു. സഹായം ചോദിച്ചത് നിസ്കാരത്തിലാണ്. പടച്ച റബ്ബിനോട് നിസ്കാരത്തിൽ ചോദിച്ചാൽ നടക്കാത്ത എന്ത് കാര്യമുള്ളത്? നിസ്കാരവും അടിമയായിട്ടുള്ള ഉടമയായ അള്ളാഹുവായിട്ടുള്ള വലിയൊരു ബന്ധാണ്. നിസ്കാരം നിർവഹിക്കപ്പെടുമ്പോ എന്താ മക്കളെ ചുക്കാപ്പി നല്ലതാണ്. മാഷാ അല്ലാഹ്.
ചുക്കാപ്പി കൊടുക്കുക, അള്ളാഹു ബർക്കത്ത് കിട്ടെ. തണുപ്പുണ്ടോ മോനെ? ഇല്ലല്ലോ. ഇല്ല, തണുപ്പൊന്നുമില്ല. എന്നാലും ഒരു ഇൻട്രസ്റ്റ് കൂടാൻ ചുക്കാപ്പി നല്ല ഇരിക്കട്ടെ. നിസ്കാരവുമായി വലിയ ബന്ധം വേണം. ഉമ്മമാരെ, സഹോദരിമാരെ, ജോലിത്തിരക്കിനിടയിൽ നിസ്കാരം ഒഴിവാക്കി പോകരുത്. വളരെയധികം ശ്രദ്ധാപൂർവം നിങ്ങൾ നിസ്കാരം എപ്പോഴും നിലനിർത്തി പോകണം. ജീവിതത്തിൽ അത്രത്തോളം ബറക്കത്തുള്ളൊരു സംഗതി വേറെയില്ല. ഉമ്മു കുൽസൂം ബീവി റളിയല്ലാഹു അൻഹ പരിഹാരം നിർദ്ദേശിച്ചത് നിസ്കാരം കൊണ്ടാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എന്ന ഭർത്താവ് ബോധരഹിതനായി വീണുപോയി. ജനങ്ങളൊക്കെ പറഞ്ഞു വൈദ്യന്മാരെ കൊണ്ടുവരണം, ഡോക്ടർമാരെ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോ ഉമ്മു കുൽസൂം ബീവി റളിയല്ലാഹു അൻഹ നേരെ പോകുന്നത് നിസ്കാരക്കുപ്പായം മാറ്റാനാണ്. നിസ്കാരക്കുപ്പായം മാറ്റിയിട്ട് 2 റക്അത്ത് നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ ഉടനെ ബോധം കെട്ട് വീണുപോയ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിരിക്കുന്നു. ബോധക്കേട് മാറിപ്പോയി. അസുഖമെല്ലാം പൂർണ്ണമായും ക്ഷീണമൊക്കെ അകറ്റി. മഹാനവറുകൾക്ക് വെള്ളം കൊടുത്തു. പിന്നെ ശരീരത്തിന് നല്ല ഉണർവ് ലഭിച്ചു. ബോധരഹിതനായി വീണ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് ബോധം തിരിച്ചു കൊടുക്കാനും ശരീരത്തിന് ഉണർവ് കൊടുക്കാനും മഹദി പ്രാർത്ഥന നടത്തിയത് നിസ്കാരത്തിലാണ്. നിസ്കാരവുമായി അഭേദ്യ ബന്ധമുണ്ടാകണം. നിസ്കാരം നിലനിർത്തുന്ന കുടുംബങ്ങളെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കിക്കോളൂ ഉമ്മമാരെ. അത്ര ബറക്കത്തുള്ളൊരു കുടുംബം നാട്ടിൽ വേറെ ഉണ്ടാകൂല, വേറെ എവിടെയും നമുക്ക് കാണാൻ കഴിയൂല. അതുകൊണ്ടാണ് നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് വിടവാങ്ങുമ്പോ നമ്മളോട് അവസാനം പറഞ്ഞ വസിയ്യത്ത്, ബീവി ആയിഷ റളിയല്ലാഹു അൻഹ മടിയിൽ വെച്ച് കേട്ട വസിയ്യത്ത്, ശബ്ദം പുറത്തേക്ക് വരാത്ത സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ കാതടുപ്പിച്ച് വെച്ച് നോക്കി. അപ്പോൾ കേൾക്കുന്നത് എന്താണെന്നറിയോ? ഉമ്മത്തി അസ്വലാത്ത അസ്വലാ, എന്റെ ഉമ്മത്തെ നിസ്കാരം ശ്രദ്ധിക്കണേ, നിസ്കാരം സൂക്ഷിക്കണേ. ഒരു ഘട്ടത്തിലും അത് ഒഴിവാക്കിക്കൂടാ. നിസ്കാരം ഒഴിവാക്കുന്ന ദിവസമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പരാജിതമായ ദിവസം. അന്നാണ് നമ്മളെ റൂഹ് പിടിക്കുന്നതെങ്കിൽ നമ്മളെ കഥ കഴിഞ്ഞ പിന്നെ എടുക്കാനില്ല. അടച്ച റബ്ബിന്റെ അടുത്തേക്ക് എങ്ങനെ പോകുന്നത്? നിസ്കാരൊക്കെ ഒരു ഭാഗത്ത് മാറ്റി വെച്ച് ഒഴിവാക്കി വെച്ചിട്ടാ പോകുന്നത്. ഡീസന്റോടെ പോകാൻ കഴിയും? നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥമായി നിൽക്കാൻ കഴിയും? ഇരുന്നിട്ടല്ലേ സഹോദരങ്ങളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ ദിവസത്തെ നിസ്കാരം നിർവഹിച്ചത്? ഇപ്പൊ നിങ്ങൾ നോക്ക്, കിടക്കുന്ന രോഗികൾ, കിടപ്പിലായ രോഗികളോടൊക്കെ ഉപദേശിക്കണം നിസ്കാരത്തിന്റെ വിഷയം വേണ്ടുപോലെ നിർവഹിക്കാൻ. നിസ്കാരത്തിൽ ഇരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കിടന്നിട്ട് നിസ്കരിക്കാം. കയ്യും കാലും ഒന്നും അനക്കാൻ കഴിയുന്നില്ലെങ്കിൽ അനക്കണ്ട, അങ്ങനെ തന്നെ കിടന്നോട്ടെ. കിബിലയിലേക്ക് ആ കട്ടിലൊന്ന് തിരിച്ചു വെച്ചാൽ മതി. ആൾക്കൊരു കുഴപ്പമില്ല, വാർത്ത കേൾക്കാനും കുഴപ്പമില്ല, ഉണ്ണാനും കുഴപ്പമില്ല, അത് ഒഴിവാക്കാനും കുഴപ്പമില്ല. ആകെ ഒരു കുഴപ്പമുള്ളൂ, എന്തിന്? നിസ്കരിക്കാൻ. നിങ്ങൾ നോക്ക്, വേറെ എല്ലാവരും പ്രശ്നമില്ല. ഗുളിക കൊട്ടക്കണക്കിന് കുടിക്കുന്നുണ്ട്, ഇപ്പുറത്ത് വെള്ളം കൊടുത്താൽ വെള്ളം കുടിക്കുന്നുണ്ട്, ജ്യൂസ് കൊടുത്താൽ ജ്യൂസ് കുടിക്കുന്നുണ്ട്, ഇറച്ചി കഴിക്കുന്നുണ്ട്, മീൻ കഴിക്കുന്നുണ്ട്, ഒക്കെ ഒരു പ്രശ്നമില്ല. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, നിസ്കരിക്കാനാവില്ല. ഒരാൾ അടുത്ത് വന്ന് സംസാരിച്ച മണിക്കൂർ കണക്കിന് സംസാരിക്കുന്നില്ലേ? 5 മിനിറ്റ് കിടന്നിടത്ത് നിസ്കരിക്കാൻ ഒറ്റ വക്ത് ഖളാ ആകാതെ ദുനിയാവൊന്ന് കഴിഞ്ഞു പോകാൻ കഴിയും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ.